ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചതിപ്രയോഗങ്ങളുടെ പരിണിത ഫലം എന്തായിരുന്നു? അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. അവരെയും അവരുടെ സമുദായങ്ങളെയും നാം ഒരുമിച്ച് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് അല്ലാഹു ജല്ല ജലാലു കുതന്ത്രങ്ങൾ നടത്തുന്നവരെ ബോധിപ്പിക്കാൻ വേണ്ടി, ഉണർത്താൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഇടപെടൽ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വിശുദ്ധ നബി തങ്ങൾ പറയുന്നൊരു ഹദീസ് നോക്കൂ. ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസാ. ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസാ. ഈ ദീനിൽ അള്ളാഹു ചില ചെടികളെ നട്ടു വളർത്തുന്നുണ്ട്. ഈ ഉമ്മത്തിൽ ചില ചെടികളെ അള്ളാഹു നട്ടു വളർത്തുന്നുണ്ട്. യസ്തഅമിലുഹും ഫീഹി ബിതഅതിഹി ഇലാ യൗമിൽ ഖിയാമ. ആരാണ് ചെടികളെന്നറിയുമോ? ഇത് സാധാ ചെടിയല്ല, ഇത് ബൊട്ടാനിക്കൽ ഗാർഡൻ അല്ല. പിന്നെയോ നല്ല നല്ല വ്യക്തിത്വങ്ങളെ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ചില ആളുകളെ നേതൃസ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരും. ഈ സമുദായത്തിൻ്റെ മുന്നിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങളിൽ വഴിക്കാൻ വേണ്ടി ചില ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ലാ യസാലുല്ലാഹു യഗ്രിസു ഫീ ഹാദദ്ദീനി ഗർസാ. അത് എല്ലാ കാലങ്ങളിലും നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ വിഷയം തന്നെ പ്രതിസന്ധികൾ, പ്രതീക്ഷയുടെ സന്ദേശങ്ങൾ എന്ന് പറയാൻ കാരണം. പ്രതിസന്ധികളിൽ പ്രതീക്ഷയുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരും. ആർക്കറിയാമായിരുന്നു മസ്ജിദുൽ അഖ്സ മുസ്ലിമീങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടമായപ്പോൾ ആ മസ്ജിദുൽ അഖ്സയെ 91 കൊല്ലങ്ങൾക്ക് ശേഷം മുസ്ലിമീങ്ങളുടെ പരിധിയിലേക്ക്, കൈകളിലേക്ക് തിരിച്ചു പിടിക്കാൻ സ്വലാഹുദ്ദീൻ അയ്യൂബി എന്ന് പറയുന്ന ഒരാളെ അള്ളാഹു നട്ടു വളർത്തുന്നത് ആരറിയുമായിരുന്നു? സ്വലാഹുദ്ദീൻ അയ്യൂബി വന്നില്ലയോ? ധർമ്മനിഷ്ഠയോടുകൂടെ, നീതിയോടുകൂടെ ഭരണം നടത്തുകയും അധർമ്മത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ധർമ്മത്തിൻ്റെ കരങ്ങളിലേക്ക് മസ്ജിദുൽ അഖ്സയെ മോചിപ്പിക്കുകയും ചെയ്ത ആളുകൾ. അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സ്വലാഹുദ്ദീൻ അയ്യൂബി 91 കൊല്ലങ്ങൾക്ക് ശേഷം വരുമെന്ന് ആര് വിചാരിച്ചിരുന്നു? പക്ഷേ അള്ളാഹു കൊണ്ടുവന്നില്ലേ? അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണത്തിലേക്ക് വരുന്നു. മഹാന്മാർ പറയുമായിരുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവർ വരുമ്പോൾ കാന ബഅദുൽ മുസ്ലിമീന യശ്റബൂനൽ ഖംറ ജാഹിലീന ഹുർമതഹാ. കള്ള് ഹറാമാണെന്ന് പോലും അറിയാതെ മുസ്ലിമീങ്ങളായ ചില ആളുകൾ കള്ള് കുടിക്കാൻ തുടങ്ങിയിരുന്നുവത്രേ. അന്ന് നോക്കണം, ഹിജ്റയുടെ നൂറ്റാണ്ട് കഴിഞ്ഞ് വലിയ വ്യത്യാസമില്ലാത്ത കാലമാണത്. അന്ന് ഷാമിൻ്റെ പരിസരങ്ങളിൽ മുസ്ലിമീങ്ങളിലെ ആളുകൾ അത്രമേൽ ഇസ്ലാമിക ജ്ഞാനമോ അല്ലെങ്കിൽ ബോധമോ നഷ്ടമായൊരു കാലത്താണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ടിൻ്റെ മുജദ്ദിദിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊണ്ടുവരുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ദൗലത്തുൽ മുറാബിത്വീൻ രാജഭരണത്തിന് നേതൃത്വം കൊടുത്ത യൂസുഫ് ഇബ്നു താശ്ഫീൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ നേതാവിനെ ചരിത്രം കാണുന്നത് അത്ഭുതത്തോടുകൂടെയാണ്. മഅറഖത്തു സലാഖ, സ്പെയിനിൽ 400 വർഷം സ്പെയിനിൽ ഇസ്ലാമിക ഭരണം നടത്താൻ കാരണമായ ആ സംഭവത്തിന് നേതൃത്വം കൊടുത്ത യൂസുഫ് ഇബ്നു താശ്ഫീനിനെ ഈ ഉമ്മത്തിന് വേണ്ടി സംഭാവന ചെയ്തത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്. അലബ് അർസലാനെ പോലെ തുർക്കി കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ നേതാവ് മഹാനായ സയ്യിദ് അലബ് അർസലാൻ റഹ്മത്തുള്ളാഹി അലൈഹി, അലബ് അർസലാൻ തങ്ങൾ മഅറഖത്തു മലാദ് ഖർദ്, സ്വന്തം സൈന്യത്തോട് കഫൻപുട ധരിക്കണേ എന്ന് പറഞ്ഞ് 6 ലക്ഷത്തോളം വരുന്ന റോമൻ പടയോട് 12,000-ഓളം വരുന്ന മുസ്ലിമീങ്ങളുടെ ഒരു കൊച്ചു സംഘം ഏറ്റുമുട്ടുമ്പോൾ 12,000-ഓളം വരുന്ന മുസ്ലിം പട്ടാളക്കാരോട് നിങ്ങൾ
കഫൻപുട ധരിച്ചേക്കണം എന്ന് പറഞ്ഞ് ഹാനൂത്ത് പുരട്ടി കഫൻപുട ധരിച്ചിട്ടാണ് 6 ലക്ഷത്തോളം വരുന്ന സൈന്യത്തോട് മഹാനായ അലബ് അർസലാൻ അന്ന് വിശുദ്ധമായ ധർമ്മസമരം നടത്തിയത്. അലബ് അർസലാനിനെ ലോകത്തിന് സമ്മാനിച്ചത് ഒരു പ്രതിസന്ധിയായിരുന്നു. യൂസുഫ് ബിൻ താഷ്ഫീനിനെ, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ, നൂറുദ്ദീൻ മഹ്മൂദ് സംഘിയെ, സ്വലാഹുദ്ദീൻ അയ്യൂബിയെ, പ്രഗത്ഭരായ ആളുകളെ പ്രതിസന്ധികളാണ് സംഭാവന ചെയ്യുന്നത്. ഫഹാദൽ ഗർസു ലൈസ ലഹു വഹാശാ അൻ യകൂന ലഹു നദീറു ബിമാഇ الذിക്രി യുസ്ഖാ കുല്ല യൗമിൻ على أزهاره يبدو البشير. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ച പ്രവാചകനാണ്. സൂറത്ത് യൂനുസിൽ അല്ലാഹു പറയുന്നത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത. മൂസ നബി പറയാണ്, അല്ലാഹുവേ, ഫറോവക്ക് നീ അധികാരം കൊടുത്തല്ലേ, ഫറോവക്ക് നീ സൈന്യം കൊടുത്തു. ഞാൻ നിന്റെ നബിയാണ്, റസൂലാണ്. എൻ്റെ കൂടെ ഒരു ശക്തിയില്ലാത്ത പാവങ്ങളായ ബനു ഇസ്രായേലുകൾ. പറ്റൂല പടച്ചവനെ, പറ്റില്ല. വഖാല മൂസ, മൂസാ നബി പറഞ്ഞു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക ആതൈത ഫിർഔന വമലഅഹ്, ഫിർഔനിനും അവന്റെ ആളുകൾക്കും നീ നൽകിയിട്ടുണ്ട് സീനതൻ വ അംവാലൻ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഈ ലോകത്തെ ഫിർഔനിനും ആളുകൾക്കും നീ ഇഷ്ടം പോലെ കാശ് കൊടുത്തില്ലയോ? വസീന, ആർഭാടം. എന്താ ആർഭാടം എന്നൊക്കെ പറഞ്ഞാൽ, ഒന്ന് ഈജിപ്തിലെ ഖൈറോ നഗരത്തിൽ, ഇനി ആർക്കെങ്കിലും പോകാൻ സമയം കിട്ടുമ്പോൾ ഖൈറോ നഗരത്തിൽ ഒരു നാഷണൽ മ്യൂസിയം ഉണ്ട്. ഒന്ന് കയറി നോക്കുക. 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഫിർഔൻ. ഒരുപാട് ഫിർഔനുമാരുണ്ട്. ഫിർഔൻ ഒരു സ്ഥാനപ്പേരാണ്. മൂസാ നബിന്റെ കാലത്തെ ഫിർഔൻ റംസീസ് രണ്ടാമൻ. പക്ഷേ 20 വയസ്സിൽ താഴെ പ്രായമുണ്ടായിരുന്ന ഒരു കൊച്ചു ഫിർഔനുണ്ട്. പേര് ഞാനിപ്പോൾ മറന്നുപോയി. അയാളുടെ ഒരു ശവകുടീരമുണ്ട്. അയാളുടെ ആഭരണങ്ങളുണ്ട്. 84 കിലോ ഭാരമുള്ള അദ്ദേഹത്തിൻ്റെ ആഭരണങ്ങൾ. അദ്ദേഹത്തിൻ്റെ ശവകുടീരമുണ്ട്. സ്വർണം കൊണ്ട് പൂശിയ 5 പെട്ടികൾ, എല്ലാം പ്യൂർ സ്വർണമാണ്. സീന, നീ കൊടുത്തല്ലേ പടച്ചോനെ, നീ അവർക്ക് കൊടുത്തല്ലേ. വഖാല മൂസ റബ്ബനാ ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലാ. എത്രയാ സമ്പത്ത്! ഈജിപ്തിൻ്റെ മ്യൂസിയത്തിൽ ഫറോവമാരുടെ ആഭരണങ്ങൾ മാത്രമുള്ള ഒരു റൂമുണ്ട്. അങ്ങോട്ട് ക്യാമറ ഒന്നും കടത്തൂല, അങ്ങോട്ട് പോയി കാണാൻ പറ്റും. സുബ്ഹാന ജല്ല ജലാലു. നമ്മളെ നാട്ടിലെ ജ്വല്ലറൊക്കെ ഇപ്പോൾ കാണുന്ന ഈ ഡിസൈനുകൾ, ഇതിൻ്റെയൊക്കെ എത്രയോ മനോഹരമായ ഡിസൈനുകൾ BC 3000 ഉണ്ടാക്കിയ ആൾക്കാർ, ഇവിടുന്നും 5000 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ നമ്മുടെ ടെക്നോളജി ഒന്നുമല്ല, ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അന്ന് സ്വർണം കിട്ടിയിട്ടുണ്ട്, സ്വർണം കൊണ്ട് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ആഭരണങ്ങൾ! കണ്ണ് തള്ളിപ്പോവും. നമ്മൾ പെണ്ണുങ്ങളിത് കൊണ്ടുപോകാൻ പറ്റില്ല, ഫുള്ള് സ്വർണ്ണങ്ങളാണ്. കണ്ടവരെ ആ റൂമിൽ നിന്ന് പോരൂല. അത്രയും സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. സുബ്ഹാന ജല്ല ജലാലു. മൂസാ നബി പറയാണ്, അല്ലാഹ്, നീ കൊടുത്തല്ലേ ഫിർഔനിന്, ആഭരണം കൊടുത്തു, അധികാരം കൊടുത്തു, സമ്പത്തും കൊടുത്തല്ലേ. ഈ ദുനിയാവിൽ റബ്ബനാ ലിയുദില്ലു അൻ സബീലിക്, പടച്ചവനെ, നീ ഇതെല്ലാം കൊടുത്തിട്ട് അവരെ സന്മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടഞ്ഞു നിർത്തുകയാണല്ലോ ചെയ്യുന്നത്. അതിനാണോ പടച്ചവനെ ഇവർക്ക് കാശ് കൊടുത്തത്? ശത്രുക്കളുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശ്. റബ്ബന തുമിസ് അലാ അംവാലിഹിം, അല്ലാഹുവേ, അവരുടെ സമ്പത്തിനെ നീ മായ്ച്ചു കളയണമേ. വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളുടെ മനക്ക അദാബൽ അലീം, അങ്ങനെ വേദനാജനകമായ ശിക്ഷ നീ കാണിച്ചു കൊടുക്കണമേ എന്ന് മഹാനായ മൂസ നബിയും പ്രവാചകനായ ഹാറൂൻ നബിയും അല്ലാഹുവിനോട് ദുആ ചെയ്തു. 2 നബിമാർ. ഹാറൂൻ നബിയുടെ സീനാ മരുഭൂമിയുടെ മധ്യത്തിലാണ്, സെയിന്റ് കാത്തറീൻ ചർച്ച് എന്ന് പറയുന്ന സിറ്റിയിലാണ്
മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഖബർ ഫലസ്തീനിൽ നിന്ന് ചാവുകടലിലേക്ക് പോകുന്ന വഴി 2 മഹാന്മാരായ നബിമാർ ഇന്നും അവരുടെ മഖാമുകൾ ഇന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കഴിയും. 2 പേരും ദുആ ചെയ്തു, പടച്ചവനെ റബ്ബന തുമിസ് അലാ അംവാലിഹിം, ഫറോവയുടെ സമ്പത്ത് നീ പിടിച്ചു വെക്കണമേ, വഷ്ദുദ് അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് നീ മനത്തകർച്ച കൊടുക്കണമേ, ഫലാ യുഅ്മിനൂ ഹത്താ യറവുൽ അദാബൽ അലീം. ദുആയിരുന്നു, വല്ലാത്ത ദുആ. അല്ലാഹുവിന്റെ മറുപടി വന്നു. ഖാൽ, അല്ലാഹു മറുപടി കൊടുത്തു, ഖദ് ഉജീബത് ദഅവതുകുമാ, മൂസ നബിയെ, ഹാറൂൻ നബിയെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നാം ഉത്തരം നൽകി കഴിഞ്ഞു. നിങ്ങളതല്ലേ ചോദിച്ചത്, ഒരു സമ്പത്തൊക്കെ പിടിച്ചെടുക്കണമെന്ന്. ഓക്കെ ഓക്കെ, ഞാൻ സ്വീകരിച്ചു. ഫസ്തഖീമാ, നിങ്ങൾ നേർവഴിയിൽ തന്നെ പോവണേ. വലാ തത്തബിഅന്നി സബീലല്ലദീന ലാ യഅലമൂൻ, ധർമ്മജ്ഞാനമില്ലാത്ത, സത്യമെന്താണെന്നറിയാത്ത ആളുകളുടെ വഴിയിൽ നിങ്ങൾ സഞ്ചരിക്കരുതേ. ഞാൻ നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ദുആ ഞാൻ സ്വീകരിച്ചു. ഖാല ഖദ് ഉജീബത് ദഅവതുകുമാ. നമ്മളെ ഇന്നെന്താ അവർക്കൊന്നും സംഭവിക്കാത്തതെന്ന് നമ്മൾ പറയാം അല്ലേ? നാളെ നേരം വെളുക്കുമ്പോൾ എന്തായാലും ഒരാൾക്കൊരു അറ്റാക്ക് ഉണ്ടായി എന്നാ കേൾക്കേണ്ടത് നമ്മുടെയൊക്കെ ആഗ്രഹം. ഖദ് ഉജീബത് ദഅവതുകുമാ. മൂസാ നബി ദ്വായിരുന്നു, നമ്മുടെ ഉസ്താദന്മാരല്ല. ആരാ ദ്വാരുന്നത്? നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ആരാ കൂടുള്ളത് ദുആയിരക്കാൻ? നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം. മൂസ നബിയുടെ ജ്യേഷ്ഠനാണത്, അതും നബിയാണ്. രണ്ടാളും ദ്വായിരുന്നു. മഹാനായ മുഹമ്മദ് ഇബ്നു അലി തങ്ങൾ, മഹാനായ ളുഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹിമാ, ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറയുന്നു, അല്ലാഹു പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി എന്ന് പറഞ്ഞ ഉത്തരം സംഭവിക്കുന്നത് ഫറോവെ അല്ലാഹു മുക്കിക്കൊന്നതിൻ്റെയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകി എന്ന് അല്ലാഹു മറുപടി കൊടുത്തതിൻ്റെയും ഇടയിലുണ്ടായ കാലം എത്രയാണെന്നറിയുമോ? അല്ലാഹു പറയാൻ, ഞാൻ ഉത്തരം നൽകി. അതിനാണ് അവര് കടലിൽ പോയി മുങ്ങി മരിക്കുന്നത് എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അല്ല, 40 ആമ, 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. 40 കൊല്ലം. അപ്പം ചിലപ്പോൾ അല്ലാഹു ടൈം കൊടുക്കും. ദുൽമ് ചെയ്യുന്നവരെ എത്രത്തോളം ചെയ്യുന്നു എന്ന് കാണട്ടെ, അപ്പോഴല്ലേ ശിക്ഷ കൊടുക്കുക. നരകത്തിൽ പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ നരകത്തിലെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ആൾ വേണം. അതിന് ദുൽമ് ധാരാളം ചെയ്യുന്നവരെയാണ് അല്ലാഹു അങ്ങോട്ട് കൊണ്ടുപോകും. അതിന് ചില ടൈം കൊടുക്കും ചില ആളുകൾക്ക്. 40 കൊല്ലം. ബൈനഹുമാ 40 സന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഫറോവയെ നശിപ്പിക്കണേ എന്ന് മൂസ നബി പ്രാർത്ഥിച്ചതിന് ശേഷം അള്ളാഹു 40 കൊല്ലം വീണ്ടും അവന് ആയുസ് കൊടുത്തു എന്നാണ് അതിനർത്ഥം. യാ റബ്ബ്. എന്നാലും അള്ളാഹു അന്തിമ വിജയം ധർമ്മത്തിനാണ് കൊടുത്തത്, സത്യത്തിനാണ്, നീതിക്കാണ് നൽകിയത്. ഇന്ന് നമ്മൾ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും യൂസുഫ് നബിക്ക് നാം പഠിപ്പിച്ചു കൊടുത്തു. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അല്ലാഹു അവന്റെ നിയമങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. നോക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, യൂസുഫ് നബിയെ നാം ഭൂമിയുടെ അധികാരിയാക്കി നാം ഏൽപ്പിക്കുന്നതാണ്. അത് യൂസുഫ് നബിയെ പടക്കുന്നതിന്റെ, ആദൻ നബിയെ പടക്കുന്നതിന്റെ, പ്രപഞ്ച സൃഷ്ടിപ്പിന്റെ തന്നെ 50,000 വർഷങ്ങൾക്ക് മുമ്പ്. സ്വഹീഹ് മുസ്ലിമിലുണ്ടല്ലോ ഹദീസ്, അത്രയും വർഷങ്ങൾക്ക് മുമ്പ് വകദാലിക മക്കന്നാ ലിയൂസുഫ ഫിൽ അർദ്, അല്ലാഹു യൂസുഫ് നബിക്ക് അധികാരം നൽകുമെന്ന് എഴുതി വെച്ചു. പക്ഷേ ആ അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മഹാനവറുകൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്, പൊട്ടക്കിണറ്റിൽ വീഴേണ്ടി വന്നിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യാതെ ജയിലിലടക്കപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ട് പോലും ജയിലിൽ കഴിയേണ്ടി വന്നു. അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിൽക്കപ്പെട്ടു.
ഈ പരീക്ഷണങ്ങളിലൂടെയാണ് പ്രതീക്ഷയുടെ കോവണികൾ കയറി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അധികാരത്തിലേക്ക് എത്തുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു വിജയത്തിന്റെ വഴികൾ തുറന്നു തരുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ ഒരു ചര്യയാണ്. മഹാനായ നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു